തികഞ്ഞിട്ടില്ല. ദൈവം അബ്രഹാമിന് കനാൻ ദേശം അഥവാ പലസ്തീൻ ദേശം അവകാശമായി കൊടുക്കും എന്ന് വാക്ക് പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞു, നിനക്കല്ല തരുന്നത്, നിന്റെ തലമുറകൾക്കാണ്. അന്ന് ദൈവത്തിന് കനാൻ ദേശം അബ്രഹാമിന് കൊടുക്കുവാൻ എന്തായിരുന്നു തടസ്സം? നാം ഉൽപ്പത്തി 15:16 കാണുന്നത് അമോര്യ അകൃത്യം അതുവരെ തികഞ്ഞിരുന്നില്ല എന്നതാണ്. അമോര്യർ എന്ന് പറയുന്നതിന്റെ അർത്ഥം കനാനിലെ അന്നത്തെ വാസികൾ, കനാൻ നിവാസികൾ. അതായത് നോഹയുടെ മകൻ ഹാമിന്റെ തലമുറക്കാർ. അവരെയാണ് കനാന്യർ എന്ന് വിളിക്കുന്നത്. അതിൽ പ്രബലരായ 7 ജാതികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുവനാണ് അമോര്യൻ. അമോര്യൻ എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് കനാൻ വാസികൾ. അവരുടെ അകൃത്യം തികഞ്ഞിട്ടില്ലായിരുന്നു എന്ന കാരണം കൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത സമയത്ത് ആ ദേശം അബ്രഹാമിന് കൊടുക്കാഞ്ഞത്. നമ്മുടെ ദൈവം നീതിമാനാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സാത്താനോട് പോലും ദൈവം നീതിമാനാണ്. സാത്താനോട് പോലും ദൈവം നീതിമാനാണ്. അപ്പൊ സാത്താനോട് പോലും ദൈവം നീതിമാനായിട്ട് ഇടപെടുന്നത് കൊണ്ട് ഒരു മനുഷ്യനോടും ദൈവം നീതികേട് കാണിക്കുന്നില്ല. അത് എത്ര പാപികളായാലും എത്ര അധർമ്മികളായാലും ദൈവം നീതിയോടെ ഇടപെടുകയുള്ളൂ. ഒരുവനെ ദൈവം ശിക്ഷിക്കണമെങ്കിൽ അവനെ ശിക്ഷിക്കത്തക്ക അളവിൽ അവന്റെ പാപം പൂർത്തീകരിക്കപ്പെടണം. നോഹയുടെ കാലം മുതൽ ശപിക്കപ്പെട്ടിരുന്ന ഹാമിന്റെ തലമുറ, കനാന്റെ വംശം, അവരെ നീക്കിക്കളയുമെന്ന് ദൈവം പറഞ്ഞിരുന്നെങ്കിൽ പോലും വെറുതെ അവരെ നീക്കിക്കളയാൻ നീതിമാനായ ദൈവത്തിന് പറ്റില്ലായിരുന്നു. അതിന് തക്കതുപോലെ അവരുടെ പാപം പെരുകേണ്ടിയിരുന്നു. ആ പാപം പെരുകേണ്ടതിന് ഒരു കാലഘട്ടം ആവശ്യമായിരുന്നു. അതുവരെ ദൈവം അബ്രഹാമിനോടുള്ള വാഗ്ദത്തവും ഇങ്ങനെ നിവർത്തിക്കാതെ ഇരുന്നു. അത് ദൈവത്തിന്റെ ഒരു നീതിയുടെ ഇടപാടാണ്, ഇടപെടിയിലാണ്. എന്തേ? ഒരുവന്റെ പാപം പൂർണ്ണമാകാതെ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല, ദൈവം ആരെയും നീക്കിക്കളയുന്നില്ല. അത് നമ്മുടെ രാഷ്ട്രീയ തലങ്ങളിലായാലും അത് ജാതീയമായാലും സഭാപരമായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒക്കെ ചിലപ്പോൾ ചിന്തിക്കും, ഇന്നവരോടൊക്കെ ദൈവം അങ്ങ് കഠിനമായിട്ട് ഇടപെടുകയും അവരെ ന്യായം വിധിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന്. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം, സ്തോത്രം, അവരുടെ പാപം ഇതുവരെ മുഴുത്തിട്ടില്ല എന്നതാണ്. നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കാണുമ്പോൾ നാം മനസ്സിലാക്കുക,
ദൈവത്തിന് ശിക്ഷിക്കേണ്ടവരുടെ പാപം മുഴുക്കുവാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. അത് വേഗത്തിൽ മുഴുക്കാൻ വേണ്ടി ദൈവം ചിലർക്ക് ആ നിലകളിൽ പാപം ചെയ്യുന്നത് തടയാതെ ചിലരെ വിടുകയാണ്. മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ നീതിയുള്ള വിധിയുടെ വെളിപ്പാടിനായി നമുക്ക് കാത്തിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഒരിക്കൽ കൂടെ നീതിമാനായ ദൈവത്തിന് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായവന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. നിങ്ങളേവർക്കും വന്ദനവും ശ്രീയേശുനാഥന്റെ നാമത്തിൽ അറിയിക്കട്ടെ. പിന്നെയും ആഴ്ചയുടെ അവസാനത്തെ സന്ധ്യാവേളയിൽ നമുക്ക് ഒരുമിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള പഠനത്തിനായി കൂടി വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ വരവിന് താമസമായാൽ നാളെ നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിൽ അനുഗ്രഹീതമായ ആത്മീയ കൂട്ടായ്മകൾ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. തിരുസാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. നാം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഫിലദൽഫിയ സഭയെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. സ്തോത്രം. ഫിലദൽഫിയ സഭ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതിൽ ഇന്നലെ നമ്മൾ ഏറ്റവും ഒടുവിൽ ചിന്തിച്ചു തുടങ്ങിയത് ക്രൈസ്റ്റ് ടു ദ ചർച്ച് അറ്റ് ഫിലദൽഫിയ, ഹൗ ക്രൈസ്റ്റ് ഈസ് റിവീൽഡ് ഓർ റിവീലിംഗ് ഹിംസെൽഫ്. എങ്ങനെയാണ് യേശു തൻ്റെ ആളത്വത്തെ, തൻ്റെ വ്യക്തിത്വത്തെ ഫിലദൽഫിയയിലെ സഭയ്ക്ക് വെളിപ്പെടുത്തുന്നത്, തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് എന്നാണ് നാം ചിന്തിച്ചു തുടങ്ങിയത്. ഒരിക്കൽ കൂടെ നമുക്ക് 7-ാമത്തെ വാക്യം വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. നാം ഇവിടെ കാണുന്നു യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പരിചയപ്പെടുത്തൽ. നാം ഇന്നലെ കണ്ടു തുടങ്ങിയതാണ്. ദ ഹോളി വൺ, ദ ഹോളി വൺ, പരിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധൻ. സ്തോത്രം. നാം കണ്ടു ദൈവത്തിന്റെ വിശേഷണമാണ്. ദൈവത്തെ പരിചയപ്പെടുത്തുവാനാണ് ബൈബിൾ ഈ പദം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പരിചയപ്പെടുത്തൽ ഉപയോഗിക്കുന്നത്, ഈ വിശേഷണം ഉപയോഗിക്കുന്നത്, ഈ പദനാമം ഉപയോഗിക്കുന്നത്. സ്തോത്രം. വിശുദ്ധൻ അഥവാ പരിശുദ്ധൻ. സ്തോത്രം. രണ്ടാമത്തേതും എന്താണ്? സത്യവാൻ. ഇത് രണ്ടും ദൈവത്തിന് ഉള്ള പേരുകളാണ്. യേശുക്രിസ്തുവിന് ഇത് പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തു ദൈവമാണ് എന്നതാണ്. യേശു ദൈവമാണ്. യേശുവിൻ്റെ ദൈവത്വത്തിന്റെ വെളിപ്പാടാണ് ഇവിടെ ഫിലദൽഫിയ സഭയ്ക്ക് പ്രധാനമായും നൽകുന്നത്. സ്തോത്രം. ബാക്കിയുള്ളതൊന്നും യേശുവിന്റെ ദൈവത്വത്തിന്റെ തെളിവുകളല്ലെന്നല്ല, മറ്റ് സഭകളോടുള്ള ബന്ധത്തിൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ചെയ്തതിലും അധികമായി
തൻ്റെ ദൈവത്വത്തിന്റെ നേരിട്ടുള്ള വെളിപ്പാടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. In relation with other churches also, Christ revealed his deity. But here in Philadelphia, Jesus is more exclusive, more specific in revealing his deity. സ്തോത്രം. മറ്റ് സഭകളോടുള്ള ബന്ധത്തിൽ യേശു തൻ്റെ ദൈവത്വത്തെ പ്രകാശിപ്പിച്ചതിലും അധികമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ സാരം. സ്തോത്രം. യേശു പരിശുദ്ധൻ, യേശു വിശുദ്ധൻ. അതുകൊണ്ട് യേശു ദൈവമെന്ന് യേശു തന്നെ പറയുന്നു. നാം ഇന്നലെ പറഞ്ഞതുപോലെ യേശു തന്നെ യേശുവിന്റെ ദൈവത്വത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. Christ himself ascertains his deity, being divine, being God. ദൈവം ആയിരിക്കുന്നു താനെന്ന് താൻ തന്നെ അവകാശവാദം ഇവിടെ ഉയർത്തുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാവുന്ന കാര്യമാണ് യെശയ്യാ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. സ്തോത്രം. സറാഫുകൾ ദൈവത്തോട് പറയുകയാ, ദൈവത്തെക്കുറിച്ച് പറയുക, ദൈവത്തെക്കുറിച്ച്. Seraphims, they declare about God, holy, 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 the Lord God of hosts. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് സാറാഫുകൾ ഏറ്റുപാടുന്നു. സ്തോത്രം. ഏറ്റുപാടുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തെ ആണ് പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. സ്തോത്രം. 40:25 40:25 ഐശയ്യാ. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും, ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. The Lord himself, ദൈവം തന്നെ ദൈവത്തെ കുറിച്ച് ഇവിടെ പറയുന്നു, പരിശുദ്ധനായവൻ. യെശയ്യാ 6-ൽ നമ്മൾ കണ്ടു സാറാഫുകൾ ദൈവത്തെ കുറിച്ച് പറയുന്നു, ദൈവം പരിശുദ്ധൻ. യെശയ്യാ 40:25 നമ്മൾ കണ്ടു ദൈവം തന്നെ ദൈവത്തെ കുറിച്ച് പറയുന്നു, പരിശുദ്ധൻ. 43:15 43:15 ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും ആകുന്നു. സ്തോത്രം. അവിടെയും ദൈവം ദൈവത്തെക്കുറിച്ച് പറയുന്നു, ഞാൻ ആരാണ്? ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് വളരെയധികമായിട്ട് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. ദൈവത്തെ പരിശുദ്ധൻ എന്ന് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. പരിശുദ്ധൻ എന്ന് വെളിപ്പെടുത്തുന്നത് നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. പത്രോസ് അപ്പോസ്തലനും എടുത്തെഴുതിയിട്ടുള്ളത് ലേവ്യ പുസ്തകത്തിൽ നിന്ന്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. അപ്പോൾ പഴയ നിയമത്തിൽ ആകമാനമായി നമ്മൾ കാണുന്നത് യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നാണ്. സ്തോത്രം. അതേ ടൈറ്റിൽ, അതേ നാമധേയം യേശു ഇവിടെ തനിക്കായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ അർത്ഥം പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും തമ്മിൽ സ്വഭാവത്തിൽ, സ്തോത്രം, പ്രകൃതത്തിൽ,
പരിശുദ്ധിയിൽ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ വിശുദ്ധി, സ്തോത്രം, പഴയ നിയമം നാം ആകമാനം പരിശോധിച്ചാൽ ദൈവത്തെക്കുറിച്ച് ഏറ്റവും അധികം എക്കോ ചെയ്യുന്ന ശബ്ദം, ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിധ്വനിക്കുന്ന സ്വരം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നുള്ളതാണ്. സ്തോത്രം. The more echoing description or designation of God in the Old Testament is holy, holy, holy. സ്തോത്രം. നാം അത് വെളിപ്പാട് 4-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധിയുടെ വിവരണം ഉള്ളത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, Revelation 4:8. നാലു ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിൽ മാത്രമാണ് ദൈവത്തെ വിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറയുന്നതെന്ന് ധരിക്കരുത്. ബൈബിളിൽ മൊത്തം ദൈവത്തിന്റെ പ്രകൃതത്തെ പരിശുദ്ധിയായിട്ടാണ് കാണുന്നത്. സ്തോത്രം. 15:4 കൂടെ 15:4 റെവലേഷൻ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. ഏക പരിശുദ്ധൻ. സ്തോത്രം. അപ്പൊ പുതിയ നിയമത്തിലും ഇത് തന്നെയാ. ദൈവം പരിശുദ്ധനാണ്. 1 പത്രോസ് 1-ാമത്തെ അധ്യായം മുഴുവനും അത് തന്നെയാണ് പറയുന്നത്. സ്തോത്രം. ദൈവം പരിശുദ്ധൻ. നാമും ഏറ്റുപാടേണ്ട ഒരു പാട്ടാണത്. നമ്മുടെ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്തോത്രം. അപ്പോൾ യേശു ഇവിടെ തന്നെത്താൻ പരിശുദ്ധൻ അഥവാ വിശുദ്ധൻ എന്ന് പറഞ്ഞ് താൻ ദൈവമാണ് എന്ന വസ്തുത ഉറപ്പിക്കുന്നു. അതോടൊപ്പം നാം മനസ്സിലാക്കുന്നു നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. സ്തോത്രം. നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നതിനും ദൈവം വിശുദ്ധൻ എന്ന് പറയുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ വിശുദ്ധിക്കും ദൈവത്തിന്റെ വിശുദ്ധിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വിശുദ്ധരാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ വേർപാടനുഷ്ഠിക്കുന്നവരാണ്, വ്യത്യാസമുള്ളവരാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ദൈവം പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, when we say God is holy, that means he is different from his creation. ദൈവം താൻ സൃഷ്ടിച്ച സകല സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. ദൈവം സകല സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. സ്തോത്രം. 2, ദൈവം
തൻ്റെ സകല സൃഷ്ടികളിൽ നിന്നും വളരെ അകന്ന് അവയ്ക്ക് മീതെ വസിക്കുന്നവനാണ്. സ്തോത്രം. He is far from all his creations. Also, he is different from his creations. അതുകൊണ്ടാണ് സ്വർഗം എന്ന ഒരു ദൈവത്തിന്റെ വാസസ്ഥലത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത്. ദൈവത്തിന് അല്ലെ ദൈവത്തെ ഉൾക്കൊള്ളാൻ തക്കതായ ഒരു സ്ഥലം ഉണ്ടോ? ഇല്ല. Even God cannot be contained in heaven. God is far beyond his created universe. The heaven is pictured to make us understand that God is different from his creations, and also he is far, far above his creations. സ്വർഗം എന്ന ഒരു ദൈവ വാസസ്ഥലത്തെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ദൈവം തൻ്റെ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. രണ്ട്, താൻ തൻ്റെ സൃഷ്ടികളിൽ നിന്നും വളരെ ഉന്നതനാണ്. അകന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് അടുക്കാൻ കഴിയാത്തതുപോലെ ട്രാൻസെൻഡന്റ് എന്നല്ല. പകരം ദൈവത്തിന്റെ സൃഷ്ടികളിൽ നിന്നും അവൻ വളരെ ഉന്നതനായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സകല സൃഷ്ടികളിൽ നിന്നും ഏറെ ഉന്നതൻ ആയിരിക്കുന്നു. Far, far, far beyond all of his creations. സ്തോത്രം. When we say God is holy, that is actually his quality, exclusively found in him alone. That quality is not found in any creation, any creature, including the redeemed humanity. ദൈവം പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ, യേശുവിനെ വിശുദ്ധൻ എന്ന് വിളിക്കുമ്പോൾ, അത് ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഉത്തമ സത്തയെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വിശുദ്ധി ദൈവത്തിന് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന വൈശിഷ്ട്യമാണ്, വിശേഷതയാണ്, ശ്രേഷ്ഠതയാണ്. ആ ക്വാളിറ്റി, ആ ശ്രേഷ്ഠമായ വിശേഷത ദൈവത്തിനല്ലാതെ വേറെ ആർക്കുമില്ല. സ്തോത്രം. വേറെ ആർക്കുമില്ല. That is the very unique quality of God, exclusively found in him. സ്തോത്രം. ദൈവത്തിനല്ലാതെ മറ്റാരിലും ഇല്ലാത്ത ആ സ്വഭാവ വൈശിഷ്ട്യമാണ് ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. അത് ഒരു സൃഷ്ടിയിലും കാണുന്നില്ല, ഒരു സൃഷ്ടിയിലും കാണപ്പെടുന്നില്ല. സ്തോത്രം. ഒരു സൃഷ്ടിയിലും കാണപ്പെടുന്നില്ല. അപ്പോൾ ദൈവം പരിശുദ്ധൻ. യേശുവിനെയും നാം ഇവിടെ കാണുന്നു. യേശു പരിശുദ്ധൻ.
യേശു തന്നെ വെളിപ്പെടുത്തുന്നു ദൈവത്തോട് താൻ തത്തുല്യനാണ്, സ്തോത്രം, എന്നുള്ളത്. പ്രൈസ് ഗാഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നത്. നമ്മൾ തൃത്വത്തിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്, എങ്കിലും എല്ലാം ഞാൻ ആവർത്തിക്കുന്നില്ല. എബ്രായ ലേഖനം 1-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ, ഹീബ്രൂസ് 1 ഇനീഷ്യൽ വേഴ്സസ്. ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. എന്നിട്ട് ബാക്കിയാണ് നമുക്ക് വേണ്ടത്. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും, അവൻ യേശു പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം. മതി 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 ഇനി അങ്ങോട്ട് പോയാൽ നമുക്ക് വേണ്ടത് പിന്നെ അങ്ങ് മറന്നുപോകും. ആ 3-ാമത്തെ വാക്യത്തിന്റെ തുടക്കമാണ് യേശു ആരാണെന്ന് പറയുന്നത്. സ്തോത്രം. ആരാണ് അവൻ? അവൻ ആദ്യത്തെ അവൻ യേശു, അവന്റെ പിതാവായ ദൈവത്തിന്റെ, യേശു പിതാവിന്റെ തേജസ്സിന്റെ പ്രഭ. വ്യത്യാസമുണ്ടോ? ഇല്ല. സ്തോത്രം. തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും, സെയിം ഇൻഗ്രീഡിയൻസ്, സെയിം സബ്സ്റ്റൻസ്, ഒരു വ്യത്യാസവും ഇല്ല. പിതാവായ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ, തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ അതാണ്. പിതാവായ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആരിലുമുണ്ട്? പുത്രനായ യേശുവിലുമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാനും പിതാവും ഒന്നാകുന്നു. തൃത്വത്തിന്റെ ക്ലാസ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അതിൽ പങ്കെടുത്ത പലരും ഇവിടെ ഉണ്ട്, അവർക്കും ഒരു ആവർത്തനമാകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ യേശു പരിശുദ്ധനെന്നും സത്യവാനെന്നും തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം യേശു ദൈവമാണെന്നാണ്. സ്തോത്രം. ഇനിയും ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ടെങ്കിലും അങ്ങോട്ട് പോകുന്നില്ല. യേശു വിശുദ്ധൻ. സ്തോത്രം. എപ്പോഴൊക്കെ? at his birth he was holy. സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധിയെക്കുറിച്ച് മാത്രം നമുക്ക് നോക്കാം. ഒന്ന് ചിന്തിച്ചങ്ങ് വിടാം, ഒത്തിരി വിശദീകരിക്കുന്നില്ല. യേശു പരിശുദ്ധൻ. യേശുവിടെ പറയുകയാണ് ഞാൻ വിശുദ്ധനാണ്. യേശുവിന്റെ വിശുദ്ധിയെ നമുക്ക് മനസ്സിലാക്കാം. അറ്റ് ഹിസ് ബർത്ത്, ജനനത്തിൽ യേശു വിശുദ്ധൻ. സ്തോത്രം. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. സ്തോത്രം. അതുകൊണ്ടാ ഗബ്രിയേൽ വന്ന് മറിയയോട് അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവൾ ആകപ്പാട് ഭ്രമിച്ചുപോയി.
ഇതെങ്ങനെ സംഭവിക്കും? എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ, ഞങ്ങൾ ഇതുവരെ വിവാഹിതരായില്ലല്ലോ, ഞാൻ കന്യകയാണല്ലോ എന്നൊക്കെ അവൾ പറയുന്നു. അത് അവളുടെ ആശങ്കയായിരുന്നു. എന്നാൽ എന്താ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അല്ലെങ്കിൽ ഗബ്രിയേലിലൂടെ ദൈവം സംസാരിച്ചത്? ലൂക്ക് 1:35, ലൂക്കോസ് 1:35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. മറിയയുടെ ആശങ്കയ്ക്കുള്ള ദൈവത്തിന്റെ മറുപടി, ദൈവദൂതന്റെ മറുപടി എന്താണ്? 2 കാര്യങ്ങളാ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. 2, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഒരു പ്രജ ഉത്ഭവിക്കും. ആ പ്രജയ്ക്ക് 2 വിശേഷതകൾ. ഒന്ന്, വിശുദ്ധ പ്രജയാണത്. വിശുദ്ധ പ്രജ. വിശുദ്ധ പ്രജയാണ്. മറ്റൊന്ന്, ദൈവപുത്രൻ. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശുവിന്റെ ജനനത്തിൽ അവൻ വിശുദ്ധൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജനനത്തിൽ ആദാമ്യ പാപം കലർന്നിട്ടില്ല. സ്തോത്രം. ആദാമ്യ പാപത്തിലാണ് നാമൊക്കെ ജനിച്ചത്. എന്നാൽ യേശു ആദാമ്യ പാപത്തിലല്ല ജനിച്ചത്. ചിലരൊക്കെ ചിന്തിക്കും, മറിയയുടെയും യോസെഫിന്റെയും മകനായിട്ടാണ് താൻ ജനിച്ചതെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ യേശുവിന് നമ്മുടെ രക്ഷകനാകാൻ കഴിയില്ലായിരുന്നു. യേശുവിലും നമ്മുടേതുപോലെ പാപം കടന്നുകൂടിയേനെ. സ്തോത്രം. ഇതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവനിൽ പാപമില്ല. This is why John said in 1 John 3:5, in him there is no sin. 1 യോഹന്നാൻ 3:5 യോഹന്നാൻ പറഞ്ഞു, അവനിൽ പാപം ഇല്ല. കാരണം അവൻ ജനിച്ചത് യോസേഫിലൂടെ അല്ല. സ്തോത്രം. ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, മറിയയിൽ 300ഓളം ദിവസം കിടന്നല്ലേ? ഈ പണ്ട് ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമായിരുന്നു. ഇപ്പം യേശുവിന്റെ ജനനം പരിശുദ്ധനായിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. ശാസ്ത്രീയമായി അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അത്ര കണ്ട് വളർന്നു. ഇന്ന് നമുക്കറിയാം, വാടക ഗർഭമുണ്ട്, വാടക അമ്മമാരുണ്ട്. ഇന്നത്തെ ഒരു ആധുനികതയാണ്. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പ്രസവിക്കാൻ വയ്യ. ശരീരത്തിന്റെ ആകൃതി മാറും. പിന്നെ ആ പ്രഗ്നൻസി പീരീഡ്, ഗർഭകാലം എന്ന് പറയുന്ന പ്രയാസം, ഇതൊന്നും സഹിക്കാൻ വയ്യ. പക്ഷേ അവർക്കിന്ന് മക്കളെ വേണം. അതിന് ലോകം കണ്ടെത്തിയിരിക്കുന്ന, ശാസ്ത്രം പുരോഗമിച്ചത് നിമിത്തം ഉണ്ടായിരിക്കുന്ന സംഗതിയാണ് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഭ്രൂണം മറ്റൊരു സ്ത്രീയിൽ വിക്ഷേപിക്കുക. സറോഗേറ്റ് മദേഴ്സ് എന്ന അല്ലെ അവരെ വിളിക്കുന്നത്, സറോഗേറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ചിന്തയിലൂടെ ഇങ്ങനെ പോയപ്പം
ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. സറോഗേറ്റ് അമ്മമാരിൽ നിന്ന്, ഇങ്ങനെ വാടകയ്ക്ക് ഗർഭം ധരിക്കുന്ന അമ്മമാരിൽ നിന്ന് അവരുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഓക്സിജനും പോഷകങ്ങളും അല്ലാതെ, പ്രാണവായുവും പോഷക ആഹാരവും അല്ലാതെ DNA, രക്തം പോലും ഈ അമ്മയുടേത് ഈ കുഞ്ഞിലുണ്ടാവുന്നില്ല. സ്തോത്രം. നമ്മുടെ കൂട്ടത്തിലും വൈദ്യശാസ്ത്ര വിദഗ്ധരൊക്കെ ഉണ്ടല്ലോ, തെറ്റാണെങ്കിൽ പറഞ്ഞു തരണേ. സ്തോത്രം. ഇങ്ങനെ ഗർഭം ധരിക്കുന്ന അമ്മയുടെ രക്തം പോലും ഈ സ്വന്തം ഗർഭത്തിൽ വളരുന്ന കുഞ്ഞ് സ്വീകരിക്കുന്നില്ല. പിന്നല്ലേ സ്വഭാവം, പിന്നല്ലേ DNA, ജനിതക ഘടന ഒന്നും ഈ അമ്മയുടേതല്ല. ഭ്രൂണം ആരുടേതാണോ ആ അച്ഛന്റെയും അമ്മയുടെയും മാത്രമേ രക്തമോ സ്വഭാവമോ DNA ഒക്കെ ഈ കുഞ്ഞിന് ലഭിക്കൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. മറിയ യേശുവിൻ്റെ വെറും ഒരു സറോഗേറ്റ് അമ്മ മാത്രമാണ്. സ്തോത്രം. ഞാൻ അതുകൊണ്ടാ പല സമയത്തും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത്, മൈ ജീസസ്, he borrowed a womb at his birth and a tomb at his death. എൻ്റെ യേശു ജനന സമയത്ത് ഒരു കന്യകയുടെ ഉദരവും ഗർഭപാത്രവും, മരണത്തിൽ ഒരു ധനവാന്റെ കല്ലറയും കടമെടുത്തു. സ്തോത്രം. ഈ കടമെടുത്തത് രണ്ടും എൻ്റെ കർത്താവ് തിരിച്ചും കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. കല്ലറ ആരെങ്കിലും കടമെടുത്താൽ ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. എന്നാൽ അതുപോലും നമ്മുടെ കർത്താവ് തിരികെ കൊടുത്തു. പുനരുത്ഥാനമല്ല നമ്മുടെ വിഷയം എന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുക. അതുകൊണ്ട് യേശുവിൻ്റെ ജനനത്തിൽ മറിയയിൽ നിന്ന് യേശു പോഷകങ്ങളും പ്രാണവായുവും അല്ലാതെ വേറെ ഒന്നും സ്വീകരിച്ചിട്ടില്ല. പാസ്റ്റർ, അതുപോലെ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അമ്മയുടെ പാല് പോലും കുടിച്ചിട്ടില്ല. രക്ഷാപ്രകടനത്തില് അവൻ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിച്ചെന്നുള്ള ആ വാക്യം വെച്ച് അത് തന്നെ ചിലർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ ഇനിയും യേശു അമ്മയുടെ പാല് കുടിച്ചെങ്കിൽ പോലും അതിനകത്തും പാപത്തിന്റെ അംശങ്ങളില്ല. ഗർഭത്തിൽ കിടന്നപ്പോൾ പോഷകങ്ങൾ കിട്ടിയില്ലേ, അത്രേ ഉള്ളൂ. ഞാൻ അതും നോക്കി. സറോഗേറ്റ് അമ്മമാർക്ക് മുലയൂട്ടാൻ സാധിക്കുമോ? സാധിക്കും. പാല് കുടിക്കണമെന്നില്ല, കൊടുക്കണമെന്നില്ല. ഇപ്പോഴുള്ള സറോഗേറ്റ് അമ്മമാരും സാധാരണ നിലയിൽ പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ കൈമാറുന്നതേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാറില്ല. പാലും കൂടെ കൊടുത്താൽ പിന്നെ അമ്മയോട് അറ്റാച്ച്മെന്റ് ആകുമെന്ന് വിചാരിച്ച് ഈ മാതാപിതാക്കൾ കുഞ്ഞുമായിട്ടങ്ങ് പോവുകയാണ് പതിവ്. എഗ്രിമെന്റ് അങ്ങനെയൊക്കെയാണ്. അതുപോലെ യേശുവിനെ മത്തായി 1:25 വാക്യവും യേശുക്രിസ്തുവിന്റെ പൂർണ്ണ വിശുദ്ധിയെ കാണിക്കുന്ന വാക്യമാണല്ലോ. മകനെ പ്രസവിക്കുന്നവരെയും അവൻ അവളെ പരിചരിക്കില്ല എന്നുള്ളൊരു വാക്യം. ഇനിയിപ്പം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പോലും അത് യേശുവിനെ, ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലതാണ്. അതുപോലെ പാസ്റ്റർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഒരു ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ നമ്മള് ഈ പരിശുദ്ധനെന്ന് ഒരു വ്യക്തിയെ സംബോധന ചെയ്യാൻ പറ്റുമോ നമുക്ക്? അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തെ നമ്മൾ കൊച്ചാക്കുന്ന പരിപാടിയല്ലേ ഉള്ളത്?
വരുന്നു, അതിലേക്ക് വരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ യേശു ഇനിയും മറിയയുടെ പാല് കുടിച്ചെങ്കിൽ പോലും ആ പാലിലൂടെ പാപമോ സ്വഭാവമോ ഒന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നാം ഒക്കെ കുടിക്കുന്ന പാല് പശുവിന്റെയും എരുമയുടെയുമാ. ചുരുക്കം ചിലർ ആടിന്റെയും, ചിലരൊക്കെ ആണെങ്കിൽ ഒട്ടകത്തിന്റെയും കുടിച്ചെന്നിരിക്കും. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്കൊക്കെ അതിന്റെയൊക്കെ സ്വഭാവം വേണമായിരുന്നല്ലോ, അല്ലേ? അതിന്റെയൊക്കെ DNA നമ്മിലേക്ക് വരണമായിരുന്നല്ലോ. ഇല്ല. സ്തോത്രം. ക്രിസ്തു വേറെ ചിലരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിന് നാഭി പുക്കിൾക്കൊടി ഇല്ലായിരുന്നു എന്ന്. അങ്ങനെ പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഏതായാലും അതൊക്കെ വലിയ പ്രമാദമായ ചർച്ചാ വിഷയങ്ങളൊക്കെ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇനിയും പൂക്കൾ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ ഇതൊന്നും നമുക്ക് വിഷയമല്ല. ഏതായാലും ഗർഭത്തിൽ യേശു ഒരു പൂർണ്ണ ഗർഭകാലം കഴിച്ചെങ്കിൽ പൂക്കിൾക്കൊടി ഉണ്ടായേ പറ്റൂ. അതിലൂടെയാണ് പ്രാണവായുവും പോഷകങ്ങളും ഒക്കെ സ്വീകരിച്ച് കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയത്. നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ, ആദാമിൽ നിന്ന് ഉള്ള യാതൊന്നും യേശു സ്വീകരിച്ചില്ല. തൻ്റെ ജനനത്തിൽ അവൻ പൂർണ്ണ വിശുദ്ധൻ ആയിരുന്നു. സ്തോത്രം. പൂർണ്ണ വിശുദ്ധൻ. കാരണം പരിശുദ്ധാത്മാവിനാലാണ് ഈ വിശുദ്ധ പ്രജ ഉൽപ്പാദിതമായത്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നാം എടുത്തു പറയുന്നുണ്ട് ആ കാര്യം. കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി യേശു പിറന്നു എന്ന്. സ്തോത്രം. അതെ, യേശുവിന്റെ ജനനത്തിൽ അവൻ പരിശുദ്ധൻ. 2, ഇൻ ഹിസ് ലൈഫ്, യേശുവിന്റെ ജീവിതത്തിൽ യേശു പരിശുദ്ധനായിരുന്നു. വിശദാംശം നമുക്ക് പിന്നീടാകാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, യേശു ഒരിക്കലും എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് പാപക്ഷമയ്ക്കു വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. യേശു ഒരിക്കലും തൻ്റെ പാപപരിഹാരത്തിനായി ഒരു യാഗം അർപ്പിച്ചിട്ടില്ല. ഒരു പാപയാഗവും അർപ്പിക്കാത്ത, പാപക്ഷമയ്ക്കു വേണ്ടി ഒരു അപേക്ഷയും നടത്തുവാൻ ആവശ്യമില്ലാതിരുന്ന പരിശുദ്ധനായി ജീവിച്ചവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. യേശു ജീവിതത്തിൽ വിശുദ്ധനായിരുന്നു. യേശു കർത്താവ് തൻ്റെ ശത്രുക്കളോട് വെല്ലുവിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തി? സ്തോത്രം. ആർക്കും കഴിഞ്ഞില്ല, ആർക്കും കഴിഞ്ഞില്ല. യേശു തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധനായിരുന്നു. 3, അറ്റ് ഹിസ് ഡെത്ത്, തൻ്റെ മരണത്തിൽ അവൻ പരിശുദ്ധനായിരുന്നു. തൻ്റെ മരണത്തിൽ അവൻ പരിശുദ്ധനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:27 ആണെന്ന് തോന്നുന്നു, ഒന്ന് വായിക്കാമോ? ആക്ട്സ് 2:27. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കുകയാണ് പത്രോസ് ഇവിടെ. സ്തോത്രം. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. മരണത്തിലും യേശുവിന്റെ പേരെന്തായിരുന്നു? ദൈവത്തിന്റെ പരിശുദ്ധൻ, ദ ഹോലി വൺ ഓഫ് ഗാഡ്. യേശുവിനെ പരിശുദ്ധനെന്ന് വിളിച്ച കൂടുതലും
തന്റെ ഐഹിക ജീവകാലത്ത് ശുശ്രൂഷാകാലത്ത് വിളിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. യേശുവിനെ പരിശുദ്ധൻ, ഹോളി വൺ ഓഫ് ഗാഡ് എന്ന് സംബോധന ചെയ്തത് ആരാണെന്ന്? സാത്താൻ. സ്തോത്രം. ദുരാത്മാക്കൾ. സ്തോത്രം. ഭൂതബാധിതരിൽ നിന്നാണ് ദുരാത്മാക്കൾ പറഞ്ഞത്, നീ ആരാണെന്ന് ഞങ്ങൾ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ. അപ്പോസ്തലന്മാരും യേശുവിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ പ്രവാചകൻ ദാവീദ് പ്രവാചകൻ 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതാണ്, നിന്റെ പരിശുദ്ധനെ നീ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ദിസ് ഈസ് വൺ ഓഫ് ദ മെസ്സിയാനിക് പ്രോമിസസ്. മശിഹ വാഗ്ദാനങ്ങളിൽ പെട്ടതാണിത്. സ്തോത്രം. അപ്പോൾ തന്റെ മരണത്തിൽ, അടക്കത്തിൽ ഒക്കെ യേശു പരിശുദ്ധൻ ആയിരുന്നു. സ്തോത്രം. ഈവൻ ഇപ്പോൾ at present in his high priestly ministry, in his high priestly present ministry, he is holy. ഇപ്പോൾ വർത്തമാനകാലത്തിലെ മഹാപുരോഹിത ശുശ്രൂഷയിലും യേശു പരിശുദ്ധനായി തന്നെ തുടരുന്നു. ഹീബ്രൂസ് 7:26, എബ്രായർ 7:26. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. പവിത്രൻ, മതി. പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ. സ്തോത്രം. ഇപ്പോൾ മഹാപുരോഹിത ശുശ്രൂഷ നിവർത്തിക്കുന്ന യേശുവിനെ പറ്റി പറയുകയാണ്. തന്റെ മഹാപുരോഹിത ശുശ്രൂഷയിലും യേശു ആര് തന്നെയാണ്? പരിശുദ്ധൻ തന്നെ, പരിശുദ്ധൻ തന്നെ. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ ജനനത്തിലും ജീവിതത്തിലും അഥവാ ശുശ്രൂഷയിലും മരണത്തിലും അടക്കത്തിലും, സ്തോത്രം, യേശുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയിലും യേശു പരിശുദ്ധനായി തന്നെ തുടരുന്നു. സ്തോത്രം. ആ കർത്താവാണ് ഫിലദൽഫിയയിലെ സഭയോട് പറയുന്നത്, നിങ്ങളോട് ദൂതറിയിക്കുന്ന ഞാൻ വിശുദ്ധനാണ്, നിങ്ങളോട് ദൂതറിയിക്കുന്ന ഞാൻ ദൈവമാണ്. സ്തോത്രം. ദൈവമാണ്. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധിയുടെ പ്രഖ്യാപനം സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും നമുക്ക് ഉടനീളം കാണാൻ പറ്റും. Declarations of the holiness of Jesus can be traced back from the book of Psalms as well as prophets. പഴയ നിയമ സങ്കീർത്തനങ്ങളിൽ യേശു പരിശുദ്ധൻ എന്ന പ്രഖ്യാപനം നമുക്ക് കേൾക്കാം, കാണാം, അറിയാം. അതുപോലെ പ്രവാചകന്മാരും നമ്മോട് പറഞ്ഞിട്ടുണ്ട് യേശു പരിശുദ്ധൻ എന്ന്. 2 തെളിവുകൾ മാത്രം. സങ്കീർത്തനങ്ങളിൽ നിന്ന്, യെസ്, അലീസ് ആൻറ്റി
ആലിസാൻ തന്നെ വായിച്ചു ആ വാക്യം. നമ്മൾ മുമ്പേ വായിച്ചതാണ്. സങ്കീർത്തനം 16:10. For thou wilt not leave my soul in hell, neither wilt thou suffer thine Holy One to see corruption. Amen. In the book of Psalms, it is very clearly declared, Jesus, the Messiah, is the Holy One of God. സങ്കീർത്തനങ്ങൾ വ്യക്തമാക്കുന്നു, യേശു അഥവാ മശിഹ ദൈവത്തിന്റെ പരിശുദ്ധൻ. മശിഹ ദൈവത്തിന്റെ പരിശുദ്ധൻ. സ്തോത്രം. പ്രവാചക ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിനും ഒരു തെളിവ് മാത്രം. സ്തോത്രം. ഐശയ്യ 11:4-5. യെശയ്യ 11:4-5 വാക്യങ്ങൾ. യെസ്. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും. അവിടെ നാം കാണുന്നത് നീതി, വിശ്വസ്തത തുടങ്ങിയ നമ്മുടെ മശിഹായുടെ സ്വഭാവങ്ങളെ കുറിച്ചാണ്. നീതിയും വിശ്വസ്തതയും ഒക്കെ വിശുദ്ധിയുടെ കൂടപ്പിറപ്പുകളാണ്. സ്തോത്രം. നീതിമാനായ ദൈവം ഈ 11-ന്റെ തുടക്കത്തിലും 32-ന്റെ തുടക്കത്തിലുമൊക്കെ നാം കാണുന്നുണ്ട്. ഒരു രാജാവ് നീതിയോടെ വാഴും. സ്തോത്രം. യെശയ്യ 53-ാം അധ്യായം നമുക്ക് വ്യക്തമായിട്ടറിയാം. പ്രൈസ് ഗോഡ്. അപ്പോൾ പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും യേശുവിന്റെ പരിശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പെട്ടെന്ന് ഒരു ഓട്ടപ്രദക്ഷിണം കൂടെ നടത്തി നമുക്കങ്ങ് നിർത്താം. യേശുവിന്റെ പരിശുദ്ധിയെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ചിലരെ എളുപ്പം ഒന്ന് നോക്കാം. വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. അതിനു മുമ്പ് പണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, എൻ്റെ സുവിശേഷ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറയാറുള്ള ഒരു കാര്യം, തിരുവത്താഴ ശുശ്രൂഷകളിലും ഞാൻ ആവർത്തിക്കാറുള്ള ഒരു കാര്യമാണ്. യേശുവിൻ്റെ നിഷ്കളങ്കത്വത്തിന് സാക്ഷികളായ എത്ര പേരെ നമുക്കറിയാം? യേശുവിൻ്റെ മരണസമയത്ത് മാത്രം, യേശുവിൻ്റെ ഡ്യൂറിങ് ട്രയൽ ആൻഡ് അറ്റ് ഡെത്ത്, how many people do we know who testified to the innocency of Jesus, sinlessness of Jesus? യേശുവിൻ്റെ വിസ്താരവേളകളിലും മരണസമയത്തുമായി യേശുവിൻ്റെ നിഷ്പാപ അവസ്ഥയ്ക്ക്, പരിശുദ്ധിക്ക് സാക്ഷ്യം പറഞ്ഞ എത്ര പേരെ നമുക്ക് ഓർമ്മയുണ്ട്? 6. ഉറപ്പില്ലെന്ന് തോന്നുന്നു. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്ന പോലെ തോന്നി. 5 കോടതികളിൽ 6 പേര്. അങ്ങനെ 6. യെസ്, 6 പേര്. സ്തോത്രം. 6 പേര്. ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? അത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം പറയാം. ഒന്നാമത് the traitor Judas Iscariot. ഒന്നാമത് യേശുവിന്റെ, ഇത് പറയുന്നത് ഈ 6 പേരെ പറയുന്നത് യേശുവിന്റെ വിസ്താര സമയത്തും മരണസമയത്തും മാത്രമുള്ളതാണ് കേട്ടോ. ഈ 6 പേരെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ പറയാം. ഒന്നാമത് യൂദ ഇസ്കരിയോത്ത, ജൂഡാസ് ഇസ്കാരിയോത്ത്. മാത്യു 27:3-5. സമയം നമുക്കിനി വായിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു വിടുന്നു.
മത്തായി 27:3 തൊട്ട് 5 വരെ. സ്തോത്രം. ഇതൊക്കെ പരസ്യയോഗങ്ങളിലും സുവിശേഷ പ്രസംഗങ്ങളിലും ഒക്കെ ഞാൻ ധാരാളം ഉപയോഗിക്കാറുള്ള ഒരു ഭാഗമാണ്. സഭയ്ക്കകത്തും ഞാനിത് പറയും, അകത്തും പുറത്തും ഒരുപോലെ ഞാൻ ഈ വിഷയം പറയാറുണ്ട്. കാരണം പുറത്തുള്ളവർ നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ മനസ്സിലാക്കണം. അവർ മാത്രം പോരാ, അവനെ വിശ്വസിച്ച് അവനെ ആരാധിക്കുന്ന നാമും നമ്മുടെ കർത്താവ് എത്ര പരിശുദ്ധനായിരുന്നു എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഇത് അകത്തും പുറത്തും ഒരുപോലെ പ്രസ്താവ്യമാണ്. ഒന്നാമത് യൂദ ഇസ്കറിയോത്താവ്, രണ്ടാമത് മിസിസ് പൈലറ്റ്, പീലാത്തോസിന്റെ ഭാര്യ. മത്തായി 27:19, 27:19. ഈ നീതിമാന്റെ വിഷയത്തിൽ അച്ചായൻ വെറുതെ ഇടപെടരുത് എന്ന് അച്ചാനോട് പറഞ്ഞറിയിപ്പിച്ചു. കോടതിയിൽ അച്ചാൻ ഇരിക്കുമ്പോഴാ അമ്മാമ്മ ഈ ഒരു അറിയിച്ചത്. മൂന്നാമത് നമുക്ക് മനസ്സിലാക്കാം, മിസ്റ്റർ പൈലറ്റ്, പീലാത്തോസ് തന്നെ അക്കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 23:4, 15, 22 വാക്യങ്ങൾ. ലൂക്ക് 23:4, 15 and 22. പീലാത്തോസ്. 4, ഹെരോദാവ്. ലൂക്കോസ് തന്നെ 23:12 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളിൽ പീലാത്തോസ് തന്നെ പറയുന്നുണ്ട്, ഹെരോദാവും അവനിൽ കുറ്റമൊന്നും കണ്ടില്ല. സ്തോത്രം. 5, യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട കള്ളൻ, വലത്തുവശത്തെ കള്ളൻ അല്ലേ? അങ്ങനെ പറയുന്നില്ല. സ്തോത്രം. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അതുമെല്ലാം ലൂക്കോസ് 23-ലും മത്തായി 27-ലുമായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ഉള്ളത്. സ്തോത്രം. 6-ാമനാണ് ദ സെഞ്ചൂറിയൻ അറ്റ് ദ ക്രോസ്. കർത്താവിന്റെ മരണസമയത്ത് ക്രൂശിങ്കൽ നിന്നിരുന്ന ശതാധിപൻ യേശുവിന്റെ മരണസമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് പറഞ്ഞു, സാക്ഷാൽ ഇവൻ ദൈവപുത്രനായിരുന്നു. അതും ലൂക്കോസ് 23-ൽ തന്നെയാണ്. ഏതാണ്ട് 47-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ഭാഗങ്ങളിലാണ് പീലാത്തോസും ഹെരോദാവും കുരിശിലെ കള്ളനും ശതാധിപനും ഒക്കെ യേശുവിന്റെ നിഷ്പാപാവസ്ഥയ്ക്ക് സാക്ഷികളായി തീർന്നത്. ഇതുകൂടാതെ ഈ 6 പേര് ഞാൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വിസ്താരവേളയിലും മരണവേളയിലും കർത്താവിന്റെ പാപരഹിത അവസ്ഥയ്ക്ക് സാക്ഷികളായവരാണ്. ഇവരെ കൂടാതെ യേശു പരിശുദ്ധനെന്ന് സാക്ഷ്യം പറഞ്ഞ ബാക്കിയുള്ളവരുടെ ചില പേരുകൾ കൂടി എളുപ്പം പറയാം. നമ്മൾ ആദ്യം വായിച്ചതുപോലെ 7-ാമത്തെ ആള്, അല്ലെങ്കിൽ 2ആയിട്ട് തിരിക്കുന്നെങ്കിൽ 2ആയിട്ട് തിരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നമ്പർ ഇടുന്നെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടുള്ളൂ. അടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗാബ്രിയേൽ ദൂതൻ. നമ്മൾ ഓൾറെഡി ലൂക്കോസ് 1:35 നിന്ന് വായിച്ചു. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. അപ്പോൾ യേശുവിനെ വിശുദ്ധനെന്ന് ഗബ്രിയേൽ പറഞ്ഞിരിക്കുന്നു. അടുത്തത് നമ്മൾ മുമ്പേ പറഞ്ഞ പുള്ളികളാണ് ഡീമൻസ്, ദുരാത്മാക്കൾ. ഒന്നൊന്നുമല്ല, there is only one devil and so many demons. ഒറ്റ പിശാചേ ഉള്ളൂ കേട്ടോ. സാത്താൻ ഒരാളേ ഉള്ളൂ, പക്ഷേ ദുരാത്മാക്കൾ ഒത്തിരി ഉണ്ട്.
പിന്നെ അവയെ ചിലപ്പോൾ പിശാചുക്കൾ എന്ന് വിളിക്കാറുണ്ടെന്ന് മാത്രം. യാക്കോബ് പറയുന്നത് പോലെ പിശാചുക്കൾ. മർക്കോസ് 1:24 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ദുരാത്മാക്കൾ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധന്മാരുടെ ഒരു പട്ടികയാണ്. അപ്പോസ്തലൻ പീറ്റർ, പത്രോസ് യേശുവിനെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നു. നമ്മൾ മുമ്പേ വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 2:27 ഉണ്ട്. അതുപോലെ 4:27-30 ഉണ്ട്. ആക്ട്സ് 2:27, 4:27, 4:30. In all these places, Peter addresses Jesus as holy. അപ്പോസ്തലൻ പോൾ, അടുത്തത് അപ്പോസ്തലനായ പൗലോസ് ആണ് യേശുവിനെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. 2 കൊരിന്ത്യർ 5:21 നമുക്കറിയാം, പാപം അറിയാത്തവൻ എന്ന പൗലോസ് വിളിക്കുന്നത്. സ്തോത്രം. പാപം അറിയാത്തവൻ എന്ന്. സ്തോത്രം. അടുത്തത് യോഹന്നാനാണ്. യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ. പല ഭാഗങ്ങളിലുണ്ട്. 1 യോഹന്നാൻ 3:3. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. 3:5 അവനിൽ പാപം ഇല്ല. സ്തോത്രം. അവനിൽ പാപമില്ല. അതുപോലെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് പോലെ ക്രൈസ്റ്റ് ഹിംസെൽഫ്, യേശു കർത്താവ് തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് 3:7 വാക്യമാണ്. സ്തോത്രം. ഇവിടെ എല്ലാം നാം കാണുന്നത് യേശു പരിശുദ്ധൻ. സ്തോത്രം. യേശുവിൻ്റെ ആകമാന സ്വഭാവം വിശുദ്ധനായിരുന്നു, നിർമ്മലനായിരുന്നു. വിശുദ്ധനും സത്യവാനുമായ നാഥ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് നാം കാണുന്നത്. വിശുദ്ധനും സത്യവാനും ആയ നാഥൻ. സ്തോത്രം. പ്രിയരെ, നമ്മുടെ കർത്താവ് ജഡത്തിൽ വസിച്ചിട്ടും പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വസിച്ചിട്ടും നമ്മുടെ കർത്താവ് പാപം ചെയ്തില്ല. സ്തോത്രം. നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. യേശു കള്ളനെ പോലെ ക്രൂശിൽ തൂങ്ങി, ശരിയാ, പക്ഷെ കള്ളനായിട്ടല്ല അവൻ മരിച്ചത്. അവൻ പാപിയെപ്പോലെ ക്രൂശിൽ മരിച്ചു, പക്ഷെ പാപിയായിട്ടല്ല യേശു മരിച്ചത്. നമ്മുടെ പാപമെല്ലാം യേശു തൻ്റെ മേലെ ഏറ്റു, പക്ഷേ താനായി തന്നെ ഒരു പാപവും ചെയ്യാതെയാണ് മരിച്ചത്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പാപമാക്കപ്പെട്ടു, പക്ഷേ അവൻ ഒരിക്കലും പാപിയായിരുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം പരിശുദ്ധ രക്തമാണ്, വിലയേറിയ രക്തമാണ്. ഏത് പാപിക്കും പാപമോചനം കൊടുക്കുവാൻ പര്യാപ്തമായ രക്തമാണ്. യേശു ഇങ്ങനെ ജനനം മുതൽ മരണം വരെ
സകലത്തിലും പരിശുദ്ധനായിരുന്നത് കൊണ്ട്, സ്തോത്രം, പരിശുദ്ധനായിരുന്നത് കൊണ്ട് യേശുവിന്റെ രക്തത്തിന് ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുവാൻ സാധിച്ചു. ഹല്ലേലൂയ. Since Jesus was holy right from his birth, his atoning blood, his propitiatory blood could satisfy the righteousness and holiness of God. സ്തോത്രം. യേശു തൻ്റെ ജനനം മുതൽ പരിശുദ്ധനായിരുന്നത് കൊണ്ട്, പാപം അവനിൽ ഇല്ലാതിരുന്നത് കൊണ്ട്, പാപം അവൻ അറിയാഞ്ഞത് കൊണ്ട്, പാപം യേശു ചെയ്യാഞ്ഞത് കൊണ്ട്, സ്തോത്രം, യേശു ക്രൂശിൽ ചൊരിഞ്ഞ പ്രായശ്ചിത്ത രക്തത്തിന് പരിശുദ്ധനായ ദൈവത്തിന്റെ നീതിയെയും പരിശുദ്ധിയെയും തൃപ്തിപ്പെടുത്തുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധീകരണം ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വിശുദ്ധൻ. അതുകൊണ്ട് നാമും വിശുദ്ധരാകണം. യേശു നമുക്ക് മാതൃക വെച്ചേച്ചു പോയി. അതാണ് പത്രോസ് പറയുന്നത്. 1 പത്രോസ് 2:21 മുതൽ 24 വരെ. നാം അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ നമുക്ക് കർത്താവ് ഒരു മാതൃക വെച്ചേച്ചു പോയി. ആ കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ, വിശുദ്ധരായി നമുക്ക് ജീവിപ്പാൻ, സ്തോത്രം, പരിശുദ്ധനായ ദൈവം വസിക്കുന്ന ഇടത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ, പരിശുദ്ധനായ ദൈവത്തോട് കൂടെ നമ്മുടെ നിത്യത ചെലവഴിപ്പാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ഞങ്ങളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ പരിശുദ്ധനായവൻ പാപികൾക്കു വേണ്ടി പാപമാക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളെ ഞങ്ങൾ അതിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു, ആഹ്വാനം ചെയ്യുന്നു. ഈ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. യേശുവിൽ വിശ്വസിച്ച് പരിശുദ്ധനായവന്റെ പാതകളെ പിൻപറ്റാം. നിത്യത നമുക്ക് അവകാശമാക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.